നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വറുത്തരച്ച സാമ്പാറാണ്. ഇനി അതിനു വേണ്ട ചേരുവകൾ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മുരിങ്ങക്കായ, വെണ്ടയ്ക്ക, മത്തൻ, തക്കാളി. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വെജിറ്റബിൾസും എടുക്കാം. ഇത് കഴുകി വെച്ച തുവരപ്പരിപ്പാണ്. ഇതിലേക്ക് ഞാൻ 2.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ പരിപ്പ് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വിസിൽ വന്നതിന് ശേഷം 7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇത് 1 കപ്പ് ഇളം ചൂടുവെള്ളമാണ്. ഇതിൽ നമുക്ക് പുളി ഒന്ന് കുതിർത്തിയെടുക്കാം. ഇതിൽ 2.5 കപ്പ് പുളിവെള്ളമുണ്ട്. ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായം ചേർക്കുന്നുണ്ട്. കായപ്പൊടി ഇടുന്നവർ 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ടാൽ മതി. ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട്. ശർക്കര ചേർത്താൽ ഒരു പ്രത്യേക രുചിയാണ്. ഇപ്പോൾ ഇത് തിളച്ചു കഴിഞ്ഞു. ഇനി സ്റ്റൗ സിമ്മാക്കി വെച്ച് വേവിക്കാം. ഇതിലേക്ക് ഞാൻ തക്കാളി ചേർക്കുകയാണ്. ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഞാൻ തക്കാളി ചേർക്കുന്നത്. നമുക്കിതെല്ലാം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. ഞാൻ ഇതിലേക്ക് തേങ്ങ ചേർക്കുന്നില്ല. അത് നമുക്ക് വേറെ വറുത്തെടുക്കാം. ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതിൽ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. തേങ്ങ ഇപ്പോൾ വറന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെല്ലാം മിക്സിയിൽ അരച്ചെടുക്കാം. ഇത് വേവിച്ച പരിപ്പാണ്. നല്ലവണ്ണം മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് വറുത്തരച്ചതാണ്. 1/2 കപ്പ് വെള്ളത്തിൽ അരച്ചെടുത്തു. ഞാൻ പരിപ്പ് ചേർക്കുകയാണ്. ഇനി വറുത്തരച്ചത് ഒഴിക്കുകയാണ്.
ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം കൂടി ചേർക്കുകയാണ്. ഇപ്പോൾ സാമ്പാർ തിളച്ചു കഴിഞ്ഞു. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ വറുത്തരച്ച സാമ്പാർ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.